പന്നിക്കണിയിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി UDF. നിലമ്പൂരിലായിരുന്നു സംഭവം. റോഡ് ഉപരോധിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. അനധികൃതമായി കെണി വയ്ക്കാൻ KSEB ഒത്താശ ചെയ്യുന്നുവെന്നും വിദ്യാർത്ഥിയുടെ മരണത്തിൽ സർക്കാർ മറുപടി പറയണമെന്നുമാണ് UDF ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് നേതാക്കളായ ജ്യോതികുമാർ ചാമക്കാല, രാജു P. നായർ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് റോഡിൽ ഗതാഗതക്കുരുക്കുണ്ടായി. ഇതിനിടെ സ്ഥലത്തെത്തിയ CPM നേതാവ് A. വിജയരാഘവന്റെ വാഹനം പ്രവർത്തകർ തടഞ്ഞു. പ്രതിഷേധത്തിന്റെ ആദ്യഘട്ടത്തിൽ വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കൂടുതൽ പോലീസ് രംഗത്തെത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചു. എന്നാൽ പ്രതിഷേധക്കാർ പോലീസ് വാഹനം വളഞ്ഞതോടെ ഈ നീക്കം പരാജയപ്പെട്ടു. ഇതിനിടെ ഒരു UDF പ്രവർത്തകൻ കുഴഞ്ഞു വീണു. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും സ്ഥലത്തെത്തിയിരുന്നു. ഷൗക്കത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന മുഴുവൻ പ്രവർത്തകരെയും മോചിപ്പിച്ചു. സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് ഷൗക്കത്ത് പറഞ്ഞതോടെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. ജിത്തുവിന്റെ മരണത്തിൽ സർക്കാരിനെതിരെ വലിയ തുടർ സമരങ്ങൾക്കാണ് UDF ആലോചിക്കുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജിത്തു ആയിരുന്നു വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. മീൻ പിടിക്കാൻ പോയപ്പോഴായിരുന്നു അപകടമുണ്ടായത്. ബന്ധുക്കളായ 5 പേരാണ് മീൻ പിടിക്കാൻ പോയത്. ജിത്തുവിനൊപ്പമുണ്ടായിരുന്ന ഷാനു, യദു എന്നിവർ പരിക്കേറ്റ് ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും LDF സ്ഥാനാർത്ഥി M. സ്വരാജും ആശുപത്രിയിലെത്തിയിരുന്നു. കൂടാതെ കോൺഗ്രസ് CPM നേതാക്കളും ആശുപത്രിയിലെത്തിയിരുന്നു. സർക്കാർ സ്പോൺസർ ചെയ്ത കൊലപാതകമാണെന്ന് ആര്യാടൻ ഷൗക്കത്ത് ആരോപിച്ചപ്പോൾ അനധികൃതമായ ഫെൻസിംഗ് ആണോ അപകടമുണ്ടാക്കിയതെന്ന് പരിശോധിക്കണമെന്ന് M. സ്വരാജ് പറഞ്ഞു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും സ്വരാജ് ആവശ്യപ്പെട്ടു. അതേസമയം സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആൾക്കൂട്ട പ്രചാരണം വിലക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. പാലായിൽ പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷനാണ് പരാതി നൽകിയത്. ഇതിൽ മധ്യപ്രദേശിൽ നിന്നുള്ള 45-കാരിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള 79-കാരനും COVID-19 സ്ഥിരീകരിച്ചിരുന്നു. കേരളത്തിൽ 2 പേർ മരിച്ചത് അണുബാധയെ തുടർന്നാണെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുകയും സംസ്ഥാനമൊട്ടാകെ ജാഗ്രതാ നിർദ്ദേശമടക്കം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ കണ്ടതുപോലെയുള്ള നിർദ്ദേശങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാവശ്യപ്പെട്ടാണ് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ഇത്തരത്തിൽ ഒരാവശ്യവുമായി മുന്നോട്ട് വന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ആൾക്കൂട്ട പ്രചരണങ്ങളും റാലികളും പൊതുയോഗങ്ങളുമെല്ലാം സംഘടിക്കപ്പെടുന്നുണ്ട്. ഇത് അപകടമാണ് എന്നും ജനങ്ങൾ വലിയ തോതിൽ കൂട്ടം കൂടാൻ സാധ്യതയുള്ള ഇത്തരം പൊതുപരിപാടികൾ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. കേരളത്തിൽ കോവിഡ് കഴിഞ്ഞ് നടത്തപ്പെട്ട തെരഞ്ഞെടുപ്പുകളുടെ പ്രചരണത്തിൽ ഫലപ്രദമായ നിയന്ത്രണങ്ങളും മുൻകരുതലുകളും എടുത്തിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അത്തരം മുൻകരുതലുകൾ കൈക്കൊള്ളാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നാണ് സംഘടനയുടെ ആവശ്യം. കേരളത്തിൽ പുതുതായി 127 കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതോടെ കേരളത്തിലെ ആകെ രോഗികളുടെ എണ്ണം 1806 ആയി. നിലവിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത് കേരളത്തിലാണ്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 391 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 5755 ആയി.